പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഭീകരവാദി പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിൽ വിമർശനവുമായി കോൺഗ്രസ്. ഇന്ത്യൻ ജനാധിപത്യത്തെ നിരന്തരം ബലിയർപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഭീരുവായി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. 24 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് ഖാർഗെയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ മോദിക്ക് ഒരു നോട്ടീസും കമ്മീഷൻ അയച്ചിട്ടില്ല. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, കമ്മീഷൻ നിലപാട് പറയേണ്ട, മറുപടി പറയേണ്ട പല വിഷയത്തിലും സൗകര്യപൂർവ്വം മൗനം പാലിക്കുകയും മറ്റുള്ളതിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും ചെയ്യുന്നതിനെയാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. ജിൽസി, ഇന്നലെ രാവിലെയാണ് BJP നേതൃത്വം അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖാർഗെക്കെതിരെ രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെയാണ് കേന്ദ്രമന്ത്രിമാർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കാണുകയും ഖാർഗെക്കെതിരെ പരാതി നൽകുകയും ചെയ്യുന്നത്. ആ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നോട്ടീസ് അയക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്നുള്ളൊരു പരാമർശമായിരുന്നു ഖാർഗെയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. എന്നാൽ താൻ അത് അങ്ങനെ ഉദ്ദേശിച്ച് വിളിച്ചതല്ല, പകരം ആളുകളെ ഭയപ്പെടുത്തി ഭരിക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്, ആ രീതിയിലാണ് അത്തരമൊരു പരാമർശം നടത്തിയതെന്നുള്ളൊരു വിശദീകരണം ഖാർഗെയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ആ സമയത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം ഖാർഗെക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തൃപ്തികരമായിട്ടുള്ള മറുപടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ മറുപടി നൽകാതിരിക്കുകയാണെങ്കിൽ അത് ഒരു സമ്മതമായി കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഖാർഗെക്ക് നടത്താനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി കമ്മീഷന്റെ ഭാഗത്തോടെ ഉണ്ടാകുമെന്ന് കൂടി ആ നോട്ടീസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നോട്ടീസ് അയച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ കയ്യിലെ കളിപ്പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്തുകൊണ്ട് നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തിയിട്ട് ഒരാഴ്ചയാകുന്നു. ആ ഒരു പരാതിയിൽ ഒരു തരത്തിലുള്ള നോട്ടീസോ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. കമ്മീഷൻ ഇപ്പോഴും ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇരട്ട നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പ്രതിപക്ഷം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മോദിക്കെതിരെയായിരുന്നു ആദ്യം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. ആ പരാതി നൽകിയിട്ട് ഇതുവരെയും ഒരു നടപടിയും കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഖാർഗെയുടെ ഭാഗത്തുകൊണ്ട് ഇത്തരമൊരു പരാമർശം ഉണ്ടായപ്പോൾ അതിൽ BJP പരാതി നൽകുകയും വളരെ വേഗം അതിലൊരു നടപടി, മോദിക്കെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകാത്തതിനെയും അതിനെ മറിച്ച് ഖാർഗെക്കെതിരെ വളരെ പെട്ടെന്ന് നോട്ടീസ് അയച്ച് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്.